നമസ്കാരം. ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വളരെയേറെ വാദകോലാഹലങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെ നടന്നതിന് ശേഷം ഇക്കഴിഞ്ഞ 15-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം ഏറ്റെടുത്തു. കുക്കു പരമേശ്വരൻ തുടങ്ങി സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതിയാണ് അമ്മയ്ക്ക് ഇപ്പോഴുള്ളത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് സിനിമ പോലെ, അല്ലെങ്കിൽ ഒരു നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ പോലെ ആണ് ഈ ഭരണസമിതിയെ നോക്കിക്കാണുമ്പോൾ തോന്നുന്നത്. നല്ലതായി അവർ ഭരിക്കുകയും ഇതിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ നന്നായി നടത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നത് പറയാതെ വയ്യ. ശ്വേതാ മേനോൻ മികച്ച ഒരു സംഘാടകയും അതുപോലെ പ്രാപ്തിയും ശേഷിയുമുള്ള വനിതയാണ്. അവർക്ക് ഇത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഈ ഭരണസമിതിയിൽ തലയെടുപ്പുള്ള ആണുങ്ങളെ അല്ലെങ്കിൽ നായകന്മാരെ കാണുന്നില്ല എന്നത് ഒരു വിഷമം പോലെ തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ പോലെ തോന്നുന്നത്. ഒരു നായകനില്ല. അമ്മയുടെ തുടക്കകാലം എനിക്ക് ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്തെ പങ്കജ് ഹോട്ടലിലെ 407-ാം നമ്പർ മുറിയിൽ, അത് മമ്മൂട്ടി പതിവായി വന്ന് താമസിക്കുന്ന റൂമാണ്. തിരുവനന്തപുരത്ത് വന്നാൽ അദ്ദേഹം ആ മുറിയിലാണ് താമസിക്കുന്നത്. അവിടെ ആയിരുന്നു ഈ അമ്മ സംഘടനയുടെ ആദ്യത്തെ കൂടിയാലോചനാ യോഗം. നടൻ മുരളി, സുരേഷ് ഗോപി, മോഹൻലാൽ തുടങ്ങി മണിയമ്പിള്ള രാജു, ഗണേഷ് കുമാർ, അങ്ങനെ തിരുവനന്തപുരത്തും മറ്റുമുള്ള ഒരു സൗഹൃദ സംഘം, താരങ്ങളുടെ സൗഹൃദ സംഘം, അവർ കൂടിയാലോചിച്ച് ഇങ്ങനൊരു സംഘടന വേണം. എന്നാൽ സംഘടന എന്ന് പറയുന്ന ഒരു കടുംപിടുത്തമുള്ള ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ളതല്ല. അതൊരു കൂട്ടായ്മയാണ്, ഒരു കുടുംബം പോലെ. അവർക്ക് ആശയവിനിമയങ്ങൾ നടത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അങ്ങനെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംഘടനയായിരുന്നു മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ അന്ന് വിഭാവനം ചെയ്തത്. അത് ഉടൻ തന്നെ അത് എന്ന് വെച്ചാൽ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും മുരളിയും ഗണേഷ് കുമാറും തുടങ്ങി മണിയമ്പിള്ള, അങ്ങനെ തിരുവനന്തപുരത്ത് തലയെടുപ്പുള്ളവരെല്ലാം ചേർന്ന് ഇവർ ആലോചനാ യോഗം നടന്നപ്പോൾ തന്നെ ഇതിൻ്റെ പെട്ടെന്നായിരുന്നു ഈ സംഘടന രൂപം കൊണ്ടുവന്നത്. അതിൻ്റെ ആദ്യത്തെ വാർഷികവും അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പും ഒക്കെ ഒരു കുടുംബ പശ്ചാത്തലം പോലെ തന്നെ വളരെ സൗഹാർദ്ദപരവും വളരെ രസകരവുമായ ഒരുപിടി ഓർമ്മകൾ അവശേഷിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഇതിൻ്റെ വളർച്ചയും ആർട്ടിസ്റ്റുകൾക്കുള്ള ക്ഷേമകരമായ കാര്യങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതിലെല്ലാം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അവരുടെ ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ അവരുടെ ഒരു മേൽനോട്ടം ഈ കാലം അത്രയും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ആ പിടി, അല്ലെങ്കിൽ ആ മേൽനോട്ടം, അല്ലെങ്കിൽ അവരുടെ ഒരു സാമീപ്യം പതുക്കെ ഇതിൽ നിന്ന് മാറുകയാണോ എന്ന് തോന്നുന്നു. അമ്മ എന്ന് പറയുമ്പോൾ എം വരുന്ന മമ്മൂട്ടിയും മോഹൻലാലുമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു ആ സംഘടന വന്നതും തുടർന്നതുമെല്ലാം. പക്ഷെ ഇപ്പോൾ കാണുന്നത് മോഹൻലാൽ വോട്ട് ചെയ്തു, പിന്നെ വിജയിച്ചവരെ ആശംസിച്ചു. മമ്മൂട്ടി ചെന്നൈയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വിശ്രമത്തിലാണ്. അദ്ദേഹവും ഇതെല്ലാം കാണുകയും തൊട്ടറിയുകയും ചെയ്യുന്നുണ്ട്. ലൈവായി തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ, അല്ലെങ്കിൽ ഒരു വേദനയുണ്ട്. കാരണം ഇത് എങ്ങോട്ടോ പോകുന്നു, ഇതിൻ്റെ നിയന്ത്രണങ്ങൾ എങ്ങോട്ടോ പോകുന്നു. അതായത് ഒരു സംഘടനയിലെ അഭിപ്രായ പ്രകടനം നടത്തരുത് എന്ന് നിർദ്ദേശിക്കുന്ന തരത്തിലേക്ക് ആ സംഘടനയുടെ അച്ചടക്ക രീതികൾ മാറിപ്പോയി. പലതരം ഗ്രൂപ്പുകളും പലതരം സംഘങ്ങളും ഒക്കെ അതൊരു അഴകുഴമ്പൻ രീതിയിലേക്ക് പോയി. എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു സമിതി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ വനിതാ പ്രാധാന്യമുണ്ട്, വനിതാ ഭൂരിപക്ഷമുണ്ട്, വനിതകളാണ് നയിക്കുന്നത്. അവർ നയിക്കട്ടെ. മമ്മൂട്ടിയൊക്കെ അതിന് എല്ലാ ആശംസകളും നേർന്നു.
അദ്ദേഹം ഇത് ഈ സംഘടന രൂപം കൊടുത്ത സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പങ്കുവച്ചത് ഓർക്കുന്നു. അപ്പോൾ ആദ്യകാലത്ത് അമ്മ സംഘടന തുടക്കം കുറിച്ചപ്പോൾ കൂടുതലും തിരുവനന്തപുരത്തായിരുന്നു ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ ആ സമയത്ത് വഴുതക്കാടും അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ വാടക കെട്ടിടങ്ങളിലുമൊക്കെ ആയിരുന്നു. അന്ന് പട്ടം പ്ലാമൂട് ഇതിനുവേണ്ടി സ്ഥലം കണ്ടെത്തുകയും മണിയമ്പിള്ള രാജുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തുകയും സ്ഥലം വാങ്ങി ഇവിടെ ഒരു ആസ്ഥാന മന്ദിരം പണിയുവാനും ഒക്കെയുള്ള നീക്കം നടന്നിരുന്നു. പക്ഷെ അത് പിന്നീട് സിനിമ എറണാകുളത്തേക്ക് പൂർണ്ണമായി മാറിയപ്പോൾ അത് എറണാകുളത്തേക്ക് കൊച്ചിയിലേക്ക് വരികയും കൊച്ചിയിൽ അതിൻ്റെ ആസ്ഥാന മന്ദിരം ഉയരുകയും കൊച്ചിയിൽ ഇത് അമ്മ സംഘടന അവിടെ തലയുയർത്തി നിൽക്കുന്ന രീതിയിലൊരു പ്രസ്ഥാനമായി വളരുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് ഇതിൻ്റെ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടുന്ന താരസമൂഹം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫണ്ട് റൈസിങ് ഷോയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ആവശ്യമായ ഫണ്ടും ആവശ്യമായ കാര്യങ്ങളും ഒക്കെ ലഭിക്കുമെന്നുള്ളത് കൊണ്ടും ഇതിനകത്ത് ഈ സംഘടനയിൽ പിടിമുറുക്കാൻ പല ഗ്രൂപ്പുകളും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു ഉള്ളവരുമൊക്കെ ഇതിനകത്തേക്ക് കടന്നു വന്നു എന്ന് പറയപ്പെടുന്നു. ഇത്തവണ കണ്ട കാര്യങ്ങളാണ്. സീനിയറായിട്ടുള്ള പലരും ഇത്തരം കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു. ഈ പ്രമുഖരായ താരങ്ങളുടെ ഒരു ഒഴിഞ്ഞുപോക്ക് ഈ സംഘടനയെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ അതിന് ശ്വേതാ മേനോന് കഴിയട്ടെ. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയട്ടെ. അവരുടെയൊക്കെ മനസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആഗ്രഹത്തിനനുസരിച്ച് സംഘടനയെ നയിക്കാൻ അവർക്ക് കഴിയട്ടെ. പക്ഷെ മറ്റൊന്നുണ്ട്, മലയാള സിനിമയിലെ ഇപ്പോഴത്തെ തലമുറ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, അങ്ങനെ വരുന്ന ഒരു യുവ താരനിരയുണ്ട്. അവരിൽ ഭൂരിഭാഗം പേരും ഇതിനോട് ഒരു സമന്വയത്തിൽ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുകയോ ഇലക്ഷന് വരികയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതിലൊരു ഒഴിഞ്ഞുപോക്ക്, ഇത് പലതരം ഗ്രൂപ്പുകളും പലതരം സംഘങ്ങളും ഇത് കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടിയിട്ടുള്ള വടംവലി ഇതിൻ്റെ അണിയറയിൽ നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ അതായത് കേരളത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള എല്ലാ ജനങ്ങളും മലയാളികൾ ഒന്നാകെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അത് കൂടുതലും ക്ഷേമപ്രവർത്തനങ്ങളും ദാനധർമ്മങ്ങളും അതുപോലെ ഒരു മികച്ച രീതിയിലാണ് അത് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുവന്നത്. പിന്നെ നേതൃത്വത്തിലേക്കൊക്കെ വന്നിട്ടുള്ളവർ അങ്ങനെ ഒരു വടംവലിയൊന്നും അതിനകത്തില്ലായിരുന്നു. ടി.പി. മാധവനായാലും മധുസാറായാലും അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അതിൻ്റെ തൊട്ടു താഴെ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഉണ്ടായിരിക്കും. ഇവരുടെ സാമീപ്യമാണ് ഈ സംഘടനയെ നയിച്ചത്. പക്ഷേ ഇനി വരും കാലങ്ങളിൽ ഇത് എങ്ങോട്ട് പോകുന്നു, അതായത് പുതിയ തലമുറയിലെ ശക്തരായ ചെറുപ്പക്കാർ ഒന്നടങ്കം ഒരു നെഗേഷൻ, ഇതിനോടൊരു അവഗണന പോലെ, അല്ലെങ്കിൽ അവർ മാറി നിൽക്കുകയാണ്, നടക്കട്ടെ അല്ലെങ്കിൽ കാണട്ടെ. അപ്പോൾ അത് ഇനി ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ശ്വേതാ മേനോൻ നയിക്കുന്ന സമിതിക്കാണ്. അപ്പോൾ ശ്വേതയ്ക്കും കുക്കു പരമേശ്വരനും അതിനുള്ള പ്രാപ്തിയും തൻ്റെ ഇടവുമുണ്ട്. അപ്പോൾ അവരത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. അപ്പോൾ അത് എല്ലാവരും ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ മലയാള സിനിമ ഉറ്റുനോക്കുന്ന ഒന്നാണ്. അപ്പോൾ മുൻകാലങ്ങളിലാണെങ്കിൽ പ്രസിഡന്റും സെക്രട്ടറിയോ അല്ലെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ആ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ ഈ യോഗം നടക്കുന്ന ഹാളിലേക്ക് വന്നാൽ അവിടെ ഒരു പരിപൂർണ നിശബ്ദത ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനും ആ സമയത്തൊക്കെ പങ്കെടുത്തവർ അതൊരു വലിയൊരു ബഹളമായിരുന്നു. മൊത്തത്തിലൊരു വലിയൊരു മത്സരം നടക്കുന്ന ഒരു രീതിയായിരുന്നു. നേരെ മറിച്ച് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അതുപോലെ സുരേഷ് ഗോപി തുടങ്ങിയവരുടെയൊക്കെ ഒരു നേതൃത്വവും സാമീപ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ശാന്തതയും ഒരു നിശബ്ദതയും അതിനൊരു അച്ചടക്കവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തു തന്നെ ആയാലും ചെന്നൈയിൽ വിശ്രമത്തിൽ കഴിയുന്ന മമ്മൂട്ടി ഈ ഘട്ടത്തിലും അദ്ദേഹം ബീജാഭാവം ചെയ്ത ഒരു സംഘടനയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നിരുന്ന് ഒരു രൂപീകരണം ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. പക്ഷേ അദ്ദേഹം ഇതിനി ഇങ്ങനെ ഈ ഒരു നേതൃത്വത്തിൻ്റെ ഒരു വടംവലിയും മത്സരവും ഒക്കെ നടന്നെങ്കിലും ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇത് മുന്നോട്ട് വരണമെന്നും അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്ന് വെച്ചാൽ ഇത് മുന്നോട്ട് വരണം, ഇത് അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾ അനുസരിച്ച് ഈ സംഘടന അവരുടെ ഭാവനയിൽ തന്നെ നിലനിൽക്കണമെന്ന ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാണ്. കാരണം ഇവരുടെയൊക്കെ ഒരു വിശ്രമകാലമാകുമ്പോൾ ഈ സംഘടനയോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയും അതിൽ കൂടുതൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണമെന്നുള്ള സ്വപ്നമായിരുന്നു മമ്മൂട്ടിക്കും മറ്റും ഉണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ അത് നടപ്പിലാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
പുതിയ ഭരണസമിതിക്ക് അതിന് കഴിയട്ടെ എന്നും നമുക്ക് പറയാം.